ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചു. കാരണം നമ്മളിത് വലിയൊരു വീഡിയോ ആയിരുന്നു, നമ്മൾ ഷോർട്ടാക്കി ചെറിയൊരു വീഡിയോ ആക്കി ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? അതെന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് റെഡ് ലേഡി പപ്പായ കാണിച്ച സമയത്ത് കുറേ പേര് അതിന്റെ സീഡ്സ് ചോദിച്ചായിരുന്നു. അന്നേരം അവരോടെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, സീഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് റെഡ് ലേഡി പപ്പായ, അതിന്റെ കുരു എടുത്ത് നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റെഡ് ലേഡി കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും കുറേ പേര് ചോദിച്ച സമയത്ത് നമുക്കൊരു വിഷമായി. ഒരാൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്കത് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ 20ഓളം റെഡ് ലേഡി പപ്പായ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ റെഡ് ലേഡി കുട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയതാ, ഇപ്പൊ 1:30 സമയം. ആദ്യം ഒരു ഫാമിൽ പോയായിരുന്നു. അന്നേരം അവിടെ ഒരു ഉഷാർ ഗ്രോത്ത് കുറഞ്ഞ കുറച്ച് ഉണ്ടായിരുന്നു. വളരെ ചെറുതായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു, വളരെ ചെറുതായിരുന്നു. 50 രൂപ. ഇത്രയും വളരെ ചെറിയ ഒരു ഗ്രോത്ത് ഇല്ലാത്ത, കണ്ടിട്ട് റെഡ് ലേഡി ഞാൻ തോന്നിയില്ല. എന്നിട്ട് അവിടുന്ന് വാങ്ങാതെ നേരെ അവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള വേറെ ഫാമിൽ പോയി. അവിടുന്നാണ് നമ്മൾ ഇത്രയും അമ്മമാരെ കൊണ്ടുവന്നേക്കുന്നത്. 20 ഉണ്ട് കേട്ടോ. ഇത് ആർക്കാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് ലേഡി പപ്പായ കിട്ടുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും വരുന്ന 2-3 ദിവസം മാക്സിമം നമുക്ക് തിരുവനന്തപുരം വരെ ഇത് അയക്കാൻ വേണ്ടി 3 ദിവസമാണ് മാക്സിമം അവർ പറഞ്ഞത്. 3 ദിവസത്തിനുള്ളിൽ അവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു റെഡ് ലേഡി പപ്പായ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഈ റെഡ് ലേഡി പപ്പായ ലിസ്റ്റിലുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ എടുത്തിട്ട് അയച്ചു തരാം എന്ന് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ഉമ്മർചാമ്പയും തായ്വാൻ പിങ്ക് പേരെയാണ് നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാണ് കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ റെഡ് ലേഡി പപ്പായ ഇഷ്ടമായതുകൊണ്ട് കുറെ പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇത് കൊടുക്കുന്നത്. ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. വാ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ കാരണം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് കാണാൻ നോക്കിയിരിക്കുന്നതായിരിക്കും എന്ന്, അല്ലേ? പക്ഷെ അങ്ങനല്ല കേട്ടോ. 1990 അതാകാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. 1990 മാർച്ചിൽ ജനിച്ച എനിക്ക് ഇപ്പോൾ 35 വയസ്സാണ്. ഈ 35ാമത്തെ വയസ്സിൽ 35 വീഡിയോ ഇട്ടപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ 1990 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാം. നമ്മുടെ പപ്പായക്കുട്ടന്മാരെയൊക്കെ നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് എന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമ്മൾ പൈപ്പിലാണ് കേട്ടോ ഇത് കണ്ടോ, 3 ലെങ്ത് പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും പൈപ്പ് നമ്മൾ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടി ഇത്രയും പൈപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ സ്റ്റോപ്പറും ഉണ്ട്. ഇത് 1 സൈഡ് നമ്മൾ സ്റ്റോപ്പർ വെക്കുള്ളൂ. കാരണം സ്റ്റോപ്പർ നമുക്ക് കിട്ടാനില്ല. കുറേ കടയിൽ കയറിയിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും സ്റ്റോപ്പർ കിട്ടിയത്. ഏകദേശം ഒരു 10-15 ഉണ്ട്. പക്ഷെ നമുക്ക് ഇനി അടുത്ത കൊറിയറൊക്കെ അയക്കാൻ വേണ്ടി നമുക്ക് സ്റ്റോപ്പർ ആവശ്യമുണ്ട്. ഇത് 3 ഇഞ്ചിന്റെ സ്റ്റോപ്പർ വരുന്നത് കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു 3 ഇഞ്ചിന്റെ പൈപ്പ് കട്ടാക്കിയിട്ട് ഈ ഒരു റെഡ് ലേഡി പപ്പായയുടെ ഒരു അളവിൽ കട്ടാക്കും. കാണിച്ചു തരാം. ഏകദേശം ഇവിടം വരെ വന്നാൽ അതിന്റെ മടക്കും വേണമല്ലോ. അപ്പൊ ഇത്രയും ഈ ഒരു അളവിൽ നമ്മൾ കട്ടാക്കിയിട്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു 2 ദിവസമൊക്കെ ആവും. 2-3 മാക്സിമം 3 ദിവസം. നമുക്ക് ദൂരെയൊക്കെ ആണെങ്കിൽ 3 ദിവസം ആവും. അതുകൊണ്ട് ആ ഒരു 2-3 ദിവസം ഇതിന് വെള്ളവും തണുപ്പും എല്ലാം കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം ചകിരിച്ചോറും നമ്മളിവിടെ നിറച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട്, കാരണം അത് വാടി പോകാൻ പാടില്ലല്ലോ, എന്നിട്ട് ലേശം വെള്ളം ഒഴിക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചകിരിച്ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം. കാരണം ഈ മണ്ണ് പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു തൈ നല്ല വൃത്തിയായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. റെഡ് ലേഡി പപ്പായ
വൃത്തിയായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. അതായത് ഈ ഇവിടുന്ന് മണ്ണ് ഇങ്ങനെ കുഞ്ഞി പോയാലും മണ്ണൊന്നും പോവില്ല, അങ്ങനെ പോവില്ല. അത് അതിനാണ് ഈ സപ്പോർട്ട് വെച്ചേക്കുന്നത്. അപ്പം നമ്മളിത് വൃത്തിയായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒരു സൈഡാണ് സ്റ്റോപ്പർ വെക്കുന്നത്. ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ്, കാരണം നമുക്ക് സ്റ്റോപ്പർ അത്രയും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കിത് കട്ടാക്കിയിട്ട് മടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ 3 സൈഡ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിങ്ങനെ ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് മടക്കണം. ഒരു സൈഡ് കവർ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് അത് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മളിതാ ഒരു സൈഡ് ഉരുക്കിയെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു കാരണവശാലും പോവില്ല, കാരണം നമുക്ക് സ്റ്റോപ്പർ അത്ര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ ഇതിനകത്തേക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്റ്റോപ്പറില്ല. ഇതിപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ തിരിച്ചാലൊന്നും പോവില്ല കേട്ടോ. ഇതെങ്ങനെ തിരിച്ചാലൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ചെടിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇത് എവിടെയായിരിക്കും ചെടി ഉണ്ടാവുക. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, ഒരു വൃത്തിക്ക് വേണ്ടി നമുക്ക് ഇവിടുത്തെ കുറച്ച് ടേപ്പൊക്കെ ചുറ്റിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടുക. അപ്പം നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ എടുത്തിട്ട് ഇവിടെയാണ് തട്ടി ഊരേണ്ടത് കേട്ടോ. ഈ ക്യാപ്പ് ഊരിയാൽ മാത്രം മതി. ഇനി ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, എന്നിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കും. അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം പാക്ക് ചെയ്യാം. അപ്പം നമ്മൾ പൈപ്പുകളൊക്കെ മുറിച്ച് കട്ടാക്കി ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയും പൈപ്പുകൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം വായിക്കാം. നമ്മളിത് ഓർഡറിലുള്ളതല്ല, നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ അവരുടെ പേരൊന്ന് വേഗം വായിക്കാം. വഹീദ ബീവി എം, തിരുവനന്തപുരം. ഫാസില ബീവി, തൃശ്ശൂർ. ആര്യ രതീഷ്, കൊല്ലം. ജിസി ജെ, കൊല്ലം. ജസീന, തിരുവനന്തപുരം. സുഹൈബ് ടി, കാലിക്കറ്റ്. ദിവ്യ പി, കണ്ണൂര്. സുനിൽ ദത്ത് KC, തിരുവനന്തപുരം. പ്രീത റോയ്, പാലക്കാട്. മനുപ്രസാദ് NV, തൃശ്ശൂര്. ഈ മനുപ്രസാദ് നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ്. അതുല്യ, ട്രിവാൻഡ്രം. മുഹമ്മദ് ഷൈൻ, കൊല്ലം. സൈനബ്, കണ്ണൂര്. സോണിയ സോമൻ, കോട്ടയം. ജൂലി അനില തോമസ്, രാജസ്ഥാനിലേക്ക് കേട്ടോ. ഐറിൻ പാറു, ചാലക്കുടി. രമേശ് S, ഇടുക്കി. അപ്പൊ ഇതിന്റെ നമുക്ക് ടേപ്പ് തീർന്നു പോയി. ഇതിപ്പോ നമ്മൾ ഒട്ടിക്കുക കേട്ടോ. ഇത് ലാസ്റ്റ് വന്ന ഓർഡർ, അതായത് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ ഓർഡർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം കേട്ടോ ഈ ഒരു ഓർഡർ നമുക്ക് വന്നത്. അപ്പൊ അത് നമ്മൾ അപ്പം നമുക്ക് ടേപ്പൊക്കെ തീർന്നു പോയായിരുന്നു. ഇതും നമ്മൾ പാക്ക് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് പിന്നെയും ഇതിനകത്ത് വെച്ചിട്ട് പാക്ക് ചെയ്ത് വിടുന്നതായിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ അതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് സെയിലിനുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ സെയിലിനില്ല കേട്ടോ. നമ്മുടെ തൈകളൊന്നും നമ്മൾ സെയിലിന് വെച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ തൈകളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ തൈകൾ എല്ലാം ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ഒരു ചാനൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം പപ്പായ തൈ വെച്ചിട്ട് ഇത് സ്റ്റോപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടും. ഇവിടുന്ന് തട്ടി ഊരിയാൽ മതി, കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യമാണ്, അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് ആ ഒരു സാധനം, ആ ഒരു തൈ, ആ ഒരു പ്ലാന്റിൻ്റെ തൈ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ചെടിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അതിപ്പം ജപ്പാൻ പേര ആണെങ്കിൽ ജപ്പാൻ പേര, ബേറാപ്പിൾ ആണെങ്കിൽ ബേറാപ്പിൾ, ഉമ്മർചാമ്പ ആണെങ്കിൽ ഉമ്മർചാമ്പ. അത് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് പോസ്റ്റൽ വഴി അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ തരാമെന്ന് പറഞ്ഞ ഉമ്മർചാമ്പ ഇത് ലെയർ ചെയ്യാൻ വെച്ചിട്ട്
നോക്കി ലെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഉമ്മർചാമ്പ പൂവൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചു കേട്ടോ.